എല്ലാവർക്കും നമസ്കാരം. +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ പരീക്ഷകൾ 23-ന് ആരംഭിക്കുകയാണ്. ഈ വീഡിയോയിൽ പാർട്ട് സിയിലെ GNU കാട്ടയിലെ ഒരു പ്രോബ്ലമായ ലെഡ്ജർ ക്രിയേഷൻ വിത്ത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഒരു പ്രോബ്ലമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ എഴുതണമെന്നുള്ളതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ലെഡ്ജർ ക്രിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഈ നൽകിയിരിക്കുന്നത്. ക്രിയേറ്റ് ദി ഫോളോയിങ് ലെഡ്ജേഴ്സ് ഇൻ ആൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ഡിസ്പ്ലേ ദ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2023. താഴെ തന്നിരിക്കുന്ന ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് വ്യൂ ചെയ്യാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ എഴുതണമെന്നുള്ളത് നോക്കാം. പ്രൊസീജിയർ എഴുതുമ്പോൾ ആദ്യം തന്നെ ഓപ്പൺ GNU കാട്ട, അതിന് അപ്ലിക്കേഷൻസ് ഓഫീസ് GNU കാട്ട എന്ന് എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓർഗനൈസേഷൻ്റെ പേര്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ഹെഡിങ്ങിൽ തന്നേക്കുന്ന പേര് എന്താണോ അതാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് ഗോൾഡൻ ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഗോൾഡൻ ലിമിറ്റഡ് എന്ന് എഴുതി. അതിനുശേഷം മെനു ബാറിൻ്റെ മുകളിലായിട്ട് ക്രിയേറ്റ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഓർഗനൈസേഷൻ നെയിം നമ്മളിപ്പോൾ പറഞ്ഞ ഗോൾഡൻ ലിമിറ്റഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ കേസ് ആസിസ് ഉണ്ടാവും. കേസ് ആസിസ് സെലക്ട് ചെയ്യുക. അതുപോലെ ഓർഗനൈസേഷൻ ടൈപ്പ് പ്രോഫിറ്റ് മേക്കിംഗ്, ഇത്രയും കാര്യങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഫിനാൻഷ്യൽ ഇയർ പ്രകാരമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതും നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട്സ് ഓൺലി എന്നുള്ളത് പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ക്രിയേറ്റ് അഡ്മിൻ വിത്ത് നെസസറി ഡീറ്റെയിൽസ് ആണ്. അഡ്മിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. സ്റ്റെപ്പ് 4 ക്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാസ്റ്റർ, ക്രിയേറ്റ് അക്കൗണ്ട്, സെലക്ട് ഗ്രൂപ്പ്, സെലക്ട് സബ് ഗ്രൂപ്പ്, എൻ്റർ, അക്കൗണ്ട് നെയിം, സേവ് എന്ന് കൊടുക്കുക. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നമ്മുടെ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ഓരോ ലെഡ്ജറുകൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ആ സ്റ്റെപ്പാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓരോ ലെഡ്ജറുകളും ഓരോ അക്കൗണ്ടുകളും നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ട് എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ലെഡ്ജർ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ നെയിം ഓഫ് ദി അക്കൗണ്ടിൻ്റെ അവിടെ ക്യാപിറ്റൽ കൊടുക്കുക. ഗ്രൂപ്പും ക്യാപിറ്റലാണ്. സബ് ഗ്രൂപ്പ് നണ്ണ്. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ എത്രയാണോ തന്നിരിക്കുന്നത് അത് അവിടെ എൻ്റർ ചെയ്യുക. സെക്കൻഡ് വൺ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അതിൻ്റെ ഗ്രൂപ്പ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്, ഓപ്പണിംഗ് ബാലൻസും എൻ്റർ ചെയ്യുക. പിന്നെ വരുന്നത് ബാങ്ക് ലോൺ, ഗ്രൂപ്പ് ലോൺ ലയബിലിറ്റി, സെക്യൂർഡ്, എമൗണ്ട് എൻ്റർ ചെയ്യുക. അതിന് ശേഷം സേവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ബിൽഡിങ്, ഫിക്സഡ് അസറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ന്യൂ സബ് ഗ്രൂപ്പ് 1 lakh. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫിക്സഡ് അസറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh. മോട്ടോർ കാറ്, ഫിക്സഡ് അസറ്റ്, മോട്ടോർ വെഹിക്കിള് 75,000. സൺട്രി ഡെപ്റ്റേഴ്സ്, കറണ്ട് അസറ്റ്, സൺട്രി ഡെപ്റ്റേഴ്സ് 50,000. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് നന്നായി പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ എല്ലാം ഗ്രൂപ്പും സബ് ഗ്രൂപ്പും ഒക്കെ നന്നായിട്ട് പഠിക്കുക. വൈവയ്ക്കും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്ന ഐറ്റംസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. അതിൻ്റെ കറൻറ്റ് ലയബിലിറ്റീസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, എമൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, കറൻറ്റ് അസറ്റ്, ക്യാഷ്, എമൗണ്ട്, പ്രീപെയ്ഡ് റെൻറ്റ്, കറൻറ്റ് അസറ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് 40,000. ഫർണിച്ചർ, ഫിക്സഡ് അസറ്റ്സ്, ഫർണിച്ചർ 1,50,000. ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ന്യൂ ബാറിൽ നിന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക. റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ്, സെലക്ട് ദി പീരീഡ്, ക്ലിക്ക് ഓൺ വ്യൂ. ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. എല്ലാവരും ഈ ടേബിളാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. അത് നന്നായി പഠിച്ചു വയ്ക്കുക. പാർട്ട് സിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്.